പറയുന്ന വ്യക്തിക്കെതിരെ നിൽക്കുന്ന ആളുകളെല്ലാം വേടനൊപ്പം നിൽക്കുന്നു എന്ന് കണ്ടപ്പോൾ വീണ്ടും ശരിക്കും അങ്ങോട്ട് പൊട്ടി. അങ്ങനെ പൊട്ടിയപ്പോൾ എങ്ങനെയും വേടനെ ഒതുക്കി തീർക്കണം, വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ആദർശം അങ്ങ് അടിച്ച് കൊഴിച്ച് കളയണം എന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. പക്ഷേ അടപടലം മൂഞ്ചി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. വന്നവരെല്ലാം ആ ഒരു പേരിൽ അറിയപ്പെട്ടു എന്നുള്ളതല്ലാതെ അവരുടെ ആദർശങ്ങൾ എങ്ങും നിന്നില്ല. അവർ വർഗീയവാദികൾ അല്ലെ ജാതി പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കി നടക്കുന്നു എന്നുള്ളൊരു പേരിൽ അവരങ്ങ് തിരികെ പോയി, പേടിച്ച് വാലും ചുരുട്ടി തിരികെ പോയി എന്ന് പറയാം. പക്ഷേ വേടൻ ഈ പറയുന്ന ആളുകളെ ഒന്നും വകവെക്കുന്നില്ല കേട്ടോ. വേടൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ കാര്യത്തിലും അദ്ദേഹം അനുഭവിക്കുന്ന കാര്യങ്ങളെ പറ്റിയും പ്രതിപാദിച്ചുകൊണ്ട് സമൂഹത്തിന് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെ വേടൻ നിലകൊള്ളുന്നു. അപ്പോൾ അതിനുശേഷം വന്നതാണ് ഈ പറയുന്ന നഗരസഭ അധ്യക്ഷനായിട്ടുള്ള ഒരു സ്ത്രീ അവർ NIAക്കും അതേപോലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കും ഒക്കെ കത്തയച്ചിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? 5 വർഷം മുമ്പ് വേടൻ പാടിയൊരു പാട്ടുണ്ട്, വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറഞ്ഞിട്ട് വേടന്റെ കുറച്ച് വരികളുണ്ട്. ആ വരികളിൽ വേടൻ പറയുന്നത് പ്രധാനമന്ത്രി അവഹേളിക്കുകയാണെന്ന്. അതായത് കാട് കട്ടവന്റെ നാട്ടിൽ ചോറ് കട്ടവൻ മരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരി തുടങ്ങുന്നത്. അതിനെയാണ് ഈ പറയുന്ന നഗരസഭ